സാംസങ്ങിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിലെ ട്രൂ വയർലെസ് ഇയർഫോണുകളിലൊന്നാണ് ഗാലക്സി ബഡ്സ് 2. ഈ ഒരു ഇയർഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ബോക്സിലാണ് ഇയർഫോൺ കിട്ടുന്നത്. പുറത്ത് ഗാലക്സി ബഡ്സ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ സമയത്ത് ഫസ്റ്റ് നമുക്ക് ഇയർഫോണിനെ കാണാൻ പറ്റുന്നത് ഒരു വൈറ്റ് കേസിലാണ് ഇയർഫോൺ വരുന്നത്. ഉള്ളിൽ ഒരു ഗ്രാഫൈറ്റ് കളറിലാണ് ഇയർബഡ്സ് രണ്ടും ഉള്ളത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന ഒരു ഇയർഫോൺസ് തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു USB Type-C ഒരു കേബിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കേബിൾ തന്നെയാണ്. കേബിളിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു പെയർ ഓഫ് ബഡ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബഡ്സ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ബഡ്സ്. അത്യാവശ്യം 2 പെയറായിട്ടുള്ള ബഡ്സാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ നമുക്ക് കിട്ടുന്നത് 2 പേപ്പേഴ്സും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒന്ന് വാറണ്ടി കാർഡും പിന്നെ അതുകൂടാതെ കുറച്ചൊരു യൂസർ മാനുവൽ ഇൻസ്ട്രക്ഷൻസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത്രയൊക്കെയാണ്. ഇയർബഡിൻ്റെ കേസ് മെയ്ഡപ്പ് ഓഫ് സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഒരു മിനുസമുള്ള ഒരു ടെക്സ്ചറാണ് നമുക്കിതിന് കാണാൻ പറ്റുന്നത്. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈനി കേസാണ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇയർഫോണിലേക്ക് വരുവാണെങ്കിൽ ഇയർഫോൺ മെയ്ഡപ്പ് ഓഫ് മാറ്റ് ഫിനിഷ്ഡ് പ്ലാസ്റ്റിക് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു 5 ഗ്രാം മാത്രമേ ഇയർബഡിൽ വരുന്നുള്ളൂ. കേസിനാണെങ്കിൽ 41.2 ഗ്രാമും വരുന്നുണ്ട്. IPX2 റേറ്റിംഗ് വരുന്നുണ്ട് ഇയർഫോണിന്. അതുകൊണ്ട് തന്നെ നമുക്ക് റണ്ണിങ്ങിൻ്റെ ടൈമിലെല്ലാം യൂസ് ചെയ്താൽ സ്വെറ്റ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മഴയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് ഏതാണ്ട് ഒരു 10 മീറ്ററാണ്. സോ 10 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പാട്ട് കേൾക്കുക അതുപോലെ തന്നെ കോൾസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ലാഗും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. SSC SBC AAC എന്ന് പറഞ്ഞ കോഡെക്സാണ് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത്. നോൺ സാംസങ് ഡിവൈസിലാണെങ്കിൽ SBC AAC മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ആക്സിലറോമീറ്റർ, ഗൈറോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ഹോൾ സെൻസർ, അതുപോലെ തന്നെ വോയിസ് പിക്കപ്പിംഗ് യൂണിറ്റ് തുടങ്ങിയ സെൻസേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു എബോ ആവറേജ് ബേസ് എന്ന് പറയാം. ഓഡിയോ ക്വാളിറ്റിയാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നല്ല മികച്ചൊരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ഇയർഫോണിൻ്റെ കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഗാലക്സി ബഡ്സ് 2ലേക്കാണ്. ഇതിന്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എങ്ങനെയുണ്ട്? ഞാൻ പറയുന്ന കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതോ നോർമലി ഫോണിൽ സംസാരിക്കുന്ന പോലെ തന്നെ? ഫോണിൽ വിളിക്കുന്നതിന് അതുപോലെ തന്നെ ഉണ്ടല്ലേ? സാംസങ് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇയർബഡ്സിൻ്റെ എല്ലാ ഫങ്ഷണാലിറ്റികളും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ സാംസങ് വെയറബിൾ ആപ്സ് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സാംസങ് ഫോണുകളാണെങ്കിൽ ഇതുമായിട്ടുള്ള സിങ്ക് വളരെ പെട്ടെന്ന് വളരെ മികച്ച രീതിയിലുള്ള സിങ്ക് നമുക്ക് ഈ ഒരു ഇയർഫോണിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈക്വലൈസർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഓഡിയോ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗാലക്സി വെയറബിൾ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇയർബഡ് സെറ്റിങ്സിൽ പോയാൽ ഈക്വലൈസർ കിട്ടും. അവിടുന്ന് ഒരു നോർമൽ അല്ലെങ്കിൽ ബാസ് ബൂസ്റ്റ്, സോഫ്റ്റ്, ഡൈനാമിക്, ക്ലിയർ, ട്രബിൾ ബൂട്ട് അങ്ങനെ പറഞ്ഞ് ഡിഫറെൻറ്റ് ഓഡിയോ പ്രൊഫൈൽസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് പാട്ടുകൾ പ്ലേ ചെയ്യാനും മറ്റും ചെയ്യാൻ പറ്റും. ഇയർഫോൺ വരുന്ന പ്രധാന ഫീച്ചറുകളിലൊന്നാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പുറമേ നിന്നുള്ള സൗണ്ട് ഈ ഒരു ഇയർഫോൺ വെയർ ചെയ്തിരിക്കുന്ന സമയത്ത്, നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ നമുക്ക് പുറമേ നിന്നുള്ള സൗണ്ട് ഉള്ളിലേക്ക് അധികം കേൾക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ബസ്സിലോ മറ്റ് ട്രെയിനിലോ മറ്റോ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുറമേ നിന്നുള്ള സൗണ്ട് അധികം നമുക്കൊന്നും കേൾക്കുന്നില്ല. ഇതിൻ്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ള പാട്ടോ മറ്റോ കേൾക്കുന്ന സമയത്ത് അത്രയ്ക്കും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇയർബഡ് ചെവിയിൽ വെക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ആകും. നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ടും ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ്
ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംബിയൻ സൗണ്ട് എന്ന് പറയുന്നത്. സറൗണ്ടിങ് സൗണ്ട് നമുക്ക് കൂടുതൽ കേൾക്കണമെങ്കിൽ ആംബിയൻ സൗണ്ട് മോഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. സോ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇത് ആംബിയൻ സൗണ്ട് മോഡിലേക്ക് മാറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആംബിയൻ സൗണ്ടോ അല്ലെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അങ്ങനെ രണ്ടിലേക്കും ടോഗിൾ ചെയ്യാൻ പറ്റും ലോങ് പ്രസ് വെച്ചിട്ട്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഡ്ജറ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ അവിടെ അതിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ആംബിയൻ സൗണ്ട് നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആംബിയൻ സൗണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഗാലക്സി വെയറബിൾ ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗാലക്സി വെയറബിൾ ആപ്ലിക്കേഷനിൽ ഇയർബഡ് സെറ്റിങ്സ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കസ്റ്റമൈസ് ആംബിയൻ സൗണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട്, അതായത് ലെഫ്റ്റ് ഇയർഫോണിലേക്ക് വരണോ റൈറ്റ് ഇയർഫോണിലേക്ക് കൂടുതൽ ആംബിയൻ സൗണ്ട് വേണോ, ഏതിലാണ് വോളിയം കൂടുതൽ വേണ്ടത്, അതൊക്കെ നമുക്കിതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇയർബഡിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് 360 ഡിഗ്രി ഓഡിയോ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷനിലെ ഇയർബഡ് സെറ്റിങ്സിൽ നിന്നും 360 ഡിഗ്രി ഓഡിയോ എന്ന ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മുടെ ഇയർബഡിൽ ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് പല ഡയമെൻഷനിൽ നിന്ന് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിപ്പോൾ തല ഒരു ഭാഗത്തേക്ക് ചെരിക്കുകയോ മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് മുകളിൽ നിന്നൊക്കെ വരും. തല പിന്നോട്ടേക്ക് തിരിച്ചാൽ അത് പിറകിൽ നിന്ന് സൗണ്ട് വരുന്ന പോലെ തോന്നും. അതുപോലെ 360 സറൗണ്ടിങ്സിൽ നിന്നും നമുക്ക് സൗണ്ട് വരുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ഉണ്ട്. സോ നമ്മൾ ഇയർബഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ഇയർബഡ് നമ്മൾ ഓൾറെഡി പെയ്ഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യും. സോ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇയർബഡ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിതിലുണ്ട്. ഇയർബഡ് ചെവിയിൽ കണക്ട് ചെയ്തതിന് ശേഷം അത് എത്രത്തോളം ഫിറ്റ് കറക്റ്റാണ് നോക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിൽ ഉണ്ട്. നമ്മൾ ഇയർബഡ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇയർബഡ് ഫിറ്റ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്താൽ ലെഫ്റ്റ് ഇയർബഡിൻ്റെയും റൈറ്റ് ഇയർബഡിൻ്റെയും ലൈക്ക് ഫിറ്റ്നസ് എത്രത്തോളമാണെന്നുള്ളത് ഇതിൽ കാണിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ ഫിറ്റ്നസ് നമുക്ക് കൃത്യമായിട്ട് ഇയർബഡ്സ് നമ്മൾ ചെവിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓഡിയോ ഷെയറിംഗ് ആണ് മറ്റൊരു ഫീച്ചർ ഈ ഒരു ഇയർബഡിൽ വരുന്നത്. അതായത് നമുക്ക് ഇതിൽ മീഡിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സാംസങ്ങിൻ്റെ ഫോണിലാണെങ്കിൽ മീഡിയ ഔട്ട്പുട്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇയർഫോണുകൾ നമുക്കിതിൽ കണക്ട് ചെയ്യണമെന്നുള്ളത്, മൾട്ടിപ്പിൾ ഇയർഫോൺ കണക്ട് ചെയ്യണോ, അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 പേർക്ക് ഒരേ ടൈമിൽ നമുക്ക് ഓഡിയോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ സ്ട്രീം ചെയ്യുന്നതിനോ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. ഒരു പ്രീമിയം ഇയർബഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വയർലെസ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാംസങ് ഫോണിൽ വയർലെസ് ചാർജിങ്ങോ അല്ലെങ്കിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ സാംസങ്ങിൻ്റെ ഫോണിലെ വയർലെസ് പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഈ ഒരു ഇയർബഡ് ഫോണിൻ്റെ പിറകിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചാർജ് ആവുന്നതാണ്. സോ നല്ലൊരു ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണത്. നമ്മുടെ ഇയർഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനും സാംസങ്ങിൻ്റെ ഗാലക്സി ബഡ്സ് 2ൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ ഗാലക്സി വെയറബിൾ ആപ്പിൽ ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ഇയർബഡ് എവിടെ വെച്ച് യൂസ് ചെയ്തു എന്നുള്ള ലൊക്കേഷൻസൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു ഇയർബഡ് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് റിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. ചെറിയൊരു കോഴി കരയുന്ന പോലുള്ളൊരു സൗണ്ടാണ് നമുക്കിതിൽ കേൾക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് ഈ ഒരു ഇയർഫോൺ നമ്മൾ നഷ്ടപ്പെട്ടു പോയത് വിത്തിൻ നമ്മളെ റൂമിലാണെങ്കിൽ. നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു ഇയർബഡ് കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചില സമയത്ത് ഇതിൽ ലാഗ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഗെയിമിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മോഡും കൂടി ഈ ഒരു ഇയർഫോണിൽ വരുന്നുണ്ട്. സോ ഇയർബഡ് സെറ്റിങ്സിൽ ലാബ്സിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗെയിമിംഗ് മോഡ് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഗെയിമിങ് ചെയ്യുന്ന സമയത്ത് ആ ഓഡിയോ ആയിട്ടുള്ള ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ഈ ഒരു ഇയർബഡിൽ വരുന്ന പ്രധാനപ്പെട്ട ടച്ച് കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ സിംഗിൾ ടച്ച് ചെയ്താൽ നമുക്ക് പോസ് അല്ലെങ്കിൽ പ്ലേ ഓപ്ഷനാണ്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ പ്രീവിയസ് സോങ് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇയർബഡ് സെറ്റിങ്സിൽ ലാബ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് ഇയർഫോണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ വോളിയം കുറയുകയും റൈറ്റ് ഇയർഫോണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ വോളിയം കൂടുകയും ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെയാണ് ഇതിൽ വരുന്നൊരു ടച്ച് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ. സോ വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടച്ച് കൺട്രോൾസാണ്. ടച്ച് സെൻസിറ്റിവിറ്റിയും ഇതിൽ വളരെ മികച്ച രീതിയിൽ വരുന്നുണ്ട്. സോ ഇതിൽ വരുന്ന മൈക്കുകൾ എന്ന് പറഞ്ഞാൽ 2 ഇയർബഡുകളായിട്ട് 3 മൈക്കുകൾ വിധമാണ് വരുന്നത്. മൊത്തത്തിൽ 6 മൈക്കുകൾ ഇതിൽ വരുന്നുണ്ട്. സോ ഓഡിയോ ക്വാളിറ്റീൻ്റെ കാര്യത്തിലും സംസാരിക്കുന്നതിൻ്റെ കേസിലും മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. സോ ഇയർബഡിൻ്റെ ഒരു ബാറ്ററി വരുന്നാൽ 61 mAh ആണ്. ഈ കേസിൻ്റെ ഒരു 472 mAh എന്നൊരു ബാറ്ററി ആണ് ഇതിൽ കേസിൽ വരുന്നത്. സോ ഇയർബഡ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയാൽ നമുക്ക് ഏതാണ്ട് ഒരു 5 hours പ്ലേ ടൈം കിട്ടും. അല്ലാത്ത രീതിയിലാണെങ്കിൽ ഒരു 7 to 7.5 hours ANC ഓഫ് ചെയ്താൽ നമുക്ക് കിട്ടും. സോ കേസിൻ്റെ കേസിൽ കേസ് വെച്ച് നമുക്കൊരു 2 പ്രാവശ്യം കൂടി ഇയർബഡ് നമുക്ക് ചാർജ് ചെയ്യാം. ടോട്ടൽ നമുക്ക് ഇയർബഡ്സിൻ്റെയും കേസിൻ്റെയും ചാർജിങ് വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു 20 hours പ്ലേ ടൈം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇയർബഡ്സിൻ്റെ പ്രധാന പോരായ്മകളിലൊന്ന് വെച്ചാൽ ഇത് iOS സപ്പോർട്ടാവുന്നില്ല. സാംസങ്ങിൻ്റെ തന്നെ ബഡ്സ് പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ പല ഫീച്ചറുകളും ഇല്ല. അതായത് ഇൻ്റലിജൻറ്റ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഫീച്ചർ ഇതിൽ കുറവാണ്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ 98% സൗണ്ടും സറൗണ്ടിങ് സൗണ്ട്സും ഇല്ലാതായി തീരുമെന്നാണ് പറഞ്ഞത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 80 to 90% ആണ് ഏതാണ്ട് നമുക്ക് ANC എഫക്റ്റീവായിട്ട് തോന്നുന്നത്. ബഡ്സ് പ്രോയിലാണെങ്കിൽ ഇതിനേക്കാളും മികച്ചൊരു ANC പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ബഡ്സ് പ്രോയിലെ മറ്റൊരു ഫീച്ചറാണ് നമ്മൾ മ്യൂസിക് കേട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ആംബിയൻ മോഡിലേക്ക് കൺവേർട്ട് ആയി പോകും. സോ ആ ഒരു ഫീച്ചർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബഡ്സ് പ്രോയിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ബൾക്കിയാണ്. സോ സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള ഒരു ഇയർബഡ് എന്ന് വെച്ചാൽ ബഡ്സ് 2 തന്നെയാണ്. കൂടുതൽ കംഫർട്ടബിളും ബഡ്സ് 2 തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഇക്കോ സിസ്റ്റത്തിൽ പെടുന്ന ഫോണുകളിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാംസങ് ഇതിൻ്റെ ഇയർബഡിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു മികച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഇയർഫോൺ കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ വന്ന ഒരു അപ്ഡേറ്റിൽ വന്ന ഫീച്ചറാണ് ഈ 360 ഓഡിയോ എന്ന് പറഞ്ഞ ഇതിലുണ്ടായ ഒരു ഫീച്ചർ. സോ പലതരം കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഇയർബഡാണ് ഇത്. ANC ഉണ്ട്, ആംബിയൻ സൗണ്ട് ഉണ്ട്, 360 ഓഡിയോ ഉണ്ട്, ഫൈൻഡ് മൈ ബഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന സമയത്ത് ഈ ഒരു ഇയർബഡ് വളരെ മികച്ച ഒരു ഇയർബഡ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏതാണ്ട് ഒരു 12,000 രൂപയുടെ അടുത്താണ്. സോ ആക്ച്വലി ഈ ഒരു പ്രൈസിൽ അല്ല എനിക്ക് ഇയർബഡ് കിട്ടിയത്. അതായത് സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങുന്ന സമയത്ത് കുറച്ചൊരു പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, ക്രെഡിറ്റ് പോയിൻറ്റ്സ്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബഡ്സ് ഓർഡർ ചെയ്തത്. സോ എനിക്ക് അതിൽ ഒന്നും ക്യാഷ് ഒന്നും ചിലവായിട്ടുണ്ടായിരുന്നില്ല. സോ 12,000 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ് വാങ്ങുകയെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻസ് ഒരുപാട് ഇയർബഡ്സ് വരുന്നുണ്ട്, കൂടുതൽ നല്ല ഫീച്ചേഴ്സൊക്കെ ആയിട്ട്. OnePlusൻ്റെ ബഡ്സ് പ്രോ, അതുപോലെ തന്നെ സോണിയുടെ ഒരു 10,000 അടുത്ത് വരുന്ന ഒരു ഇയർബഡ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇയർബഡ്സൊക്കെ വരുന്ന സമയത്ത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ ഫങ്ഷണാലിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് കുറവാണ്. സോ ഈ ഒരു ഇയർബഡിൻ്റെ പ്രൈസ് ഏതാണ്ട് ഒരു 10,000 ഉള്ളിലാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ളൊരു മികച്ച ഇയർബഡ് ആയിരുന്നതിനെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇയർഫോണിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. ദാറ്റ്സ് ഇറ്റ്. ബൈ.